എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളുടെ ഒരു മോക്ക് ടെസ്റ്റാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. ഗവർണർ ഓർഡിനൻസ് ഇറക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 213. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം രചിച്ചത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്ലെമന്റ് പിയാനിയസ്. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. കേരള ഹൈക്കോടതിയുടെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറൽ. ഓപ്ഷൻ സി ആണ് ഉത്തരം, സോഫി തോമസ്. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി ബന്ധപ്പെട്ട പത്രം. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുമായി ബന്ധപ്പെട്ട പത്രം. ഓപ്ഷൻ ബി ആണ് ഉത്തരം, കേരള മിത്രം. മുലപ്പാൽ ഉൽപാദനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ. മുലപ്പാൽ ഉൽപാദനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ഹോർമോൺ. ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രൊലാക്റ്റിൻ. ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാലനാമം ആയിരുന്നു? ശങ്കരൻ എന്നത് ആരുടെ ബാല്യകാലനാമം ആയിരുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, പണ്ഡിറ്റ് കറുപ്പൻ. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോയിലെ വൃത്തത്തിൻ്റെ നിറം. പ്രമേഹ രോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണത്തിനായി ഉപയോഗിക്കുന്ന ലോഗോയിലെ വൃത്തത്തിൻ്റെ നിറം. ഓപ്ഷൻ സി ആണ് ഉത്തരം, നീല. താഴെ കൊടുത്തവയിൽ ഏത് ലോഹമാണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്? താഴെ കൊടുത്തവയിൽ ഏത് ലോഹമാണ് ഹാൾ ഹെറോൾഡ് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അലൂമിനിയം. ഹെർമൻ ഗുണ്ടർട്ട് ബന്ധപ്പെട്ട മിഷണറി സംഘം. ഹെർമൻ ഗുണ്ടർട്ടുമായി ബന്ധപ്പെട്ട മിഷണറി സംഘം. ഓപ്ഷൻ സി ആണ് ഉത്തരം, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിനുള്ള കാരണം. തൈര് കടയുമ്പോൾ നെയ്യ് ലഭിക്കുന്നതിനുള്ള കാരണം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അപകേന്ദ്രബലം. ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം എഴുതിയത്. ഇംഗ്ലണ്ടിലെ ജീവിതം ആധാരമാക്കി ബിലാത്തി വിശേഷം എന്ന പുസ്തകം എഴുതിയത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, KP കേശവമേനോൻ. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വഴുതക്കാട്. OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം. OV വിജയൻ്റെ കടൽ തീരത്ത് എന്ന ചെറുകഥയുടെ പ്രമേയം. ഓപ്ഷൻ എ ആണ് ഉത്തരം, വധശിക്ഷ. താപനില കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപനം. താപനില കൂടുന്നതിനനുസരിച്ച് പദാർത്ഥങ്ങളുടെ വ്യാപനം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, കൂടുന്നു. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 52. ഏത് വർഷമാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? ഏത് വർഷമാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 1892. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, വനേഡിയം പെൻറ്റോക്സൈഡ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത്.
ഓപ്ഷൻ സി കെ കേളപ്പൻ. ഉണരുന്ന ഉത്തരേന്ത്യ എന്ന സഞ്ചാര സാഹിത്യം എഴുതിയതാര്? ഉണരുന്ന ഉത്തരേന്ത്യ എന്ന സഞ്ചാര സാഹിത്യം എഴുതിയതാര്? ഓപ്ഷൻ സി ആണ് ഉത്തരം, NV കൃഷ്ണവാര്യർ. കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്? കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഒല്ലൂക്കര. ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായി ഏറ്റവും കുറവ് അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ എ ആണ് ഉത്തരം, അഫ്ഗാനിസ്ഥാൻ. പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്ന്? ഓപ്ഷൻ എ ആണ് ഉത്തരം, USSR. ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ഇന്ത്യയിലെ ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു? ഓപ്ഷൻ എ ആണ് ഉത്തരം, ബേബി ദുർഗ. ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ? ട്യൂബ് ലൈറ്റിനുള്ളിലെ പ്രകാശകിരണങ്ങൾ? ഓപ്ഷൻ ബി ആണ് ഉത്തരം, അൾട്രാ വയലറ്റ്. ആയുർദൈർഘ്യം കൂടിയ രക്തകോശങ്ങൾ? ആയുർദൈർഘ്യം കൂടിയ രക്തകോശങ്ങൾ? ഓപ്ഷൻ എ ആണ് ഉത്തരം, RBC. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറാകാൻ വേണ്ട കുറഞ്ഞ പ്രായം? ഓപ്ഷൻ സി 35. ഇന്ത്യയിൽ കാലവർഷം ആദ്യമെത്തുന്ന പ്രദേശം? ഇന്ത്യയിൽ കാലവർഷം ആദ്യമെത്തുന്ന പ്രദേശം? ഓപ്ഷൻ സി ആൻഡമാൻ. ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ്? ഓപ്ഷൻ ബി ജൂൾ. അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്ന റിട്ട്? അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കുവാൻ ഉപയോഗിക്കുന്ന റിട്ട്? ഓപ്ഷൻ സി ഹേബിയസ് കോർപ്പസ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ബി കർണാടക. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി? പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, VS അച്യുതാനന്ദൻ. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേക്ഷണ കേന്ദ്രം ഏത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, ഭാരതി. പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? പ്രസാർ ഭാരതി നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി 1997. 31 ഉപഗ്രഹങ്ങളുമായി ISRO വിക്ഷേപിച്ച ദൗത്യം? 31 ഉപഗ്രഹങ്ങളുമായി ISRO വിക്ഷേപിച്ച ദൗത്യം? ഓപ്ഷൻ എ PSLV-C-38. പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം? പ്ലാസ്റ്റിക് ലയിക്കുന്ന പദാർത്ഥം? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ക്ലോറോഫോം. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിലവിൽ വന്ന വർഷം? പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1919. ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായ INC-യുടെ അമരാവതി സമ്മേളനം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ചേറ്റൂർ ശങ്കരൻ നായർ പ്രസിഡന്റായ INC-യുടെ അമരാവതി സമ്മേളനം നടന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം, മഹാരാഷ്ട്ര. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിൽ? ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ തവണ തടവിലാക്കിയ ജയിൽ?
ഓപ്ഷൻ ബി ആണ് ഉത്തരം, യർവാഡ ജയിൽ. ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനം. ദിനപത്രങ്ങൾ പ്രസിദ്ധീകരിക്കാത്ത ഇന്ത്യൻ സംസ്ഥാനം. ഓപ്ഷൻ എ ആണ് ഉത്തരം, അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയായ തിരുവിതാംകൂർ സർവകലാശാല നിലവിൽ വന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1937. ഓങ്കോജീനുകൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓങ്കോജീനുകൾ താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി ആണ് ഉത്തരം, ക്യാൻസർ. പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാര്? പഠിച്ച ഓരോ ആളും അതിനവസരം ലഭിക്കാത്ത ഓരോ ആളെ വീതം പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, മഹാദേവ് ഗോവിന്ദ റാനഡെ. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത്. സമ്പുഷ്ട യുറേനിയം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, യുറേനിയം 235. പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് ഉത്തരം, PV നരസിംഹറാവു. ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് ആനക്കൊമ്പൻ? ഏത് വിളയുടെ നാടൻ ഇനത്തിന് ഉദാഹരണമാണ് ആനക്കൊമ്പൻ? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വെണ്ട. ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ന്യൂസ് ഏജൻസി ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ അനുച്ഛേദം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ അനുച്ഛേദം? ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 21A. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം? ഓപ്ഷൻ ബി, മഞ്ഞ. ഇന്ത്യയുടെ ലൈറ്റ് വെയ്റ്റ് യുദ്ധവിമാനം. ഇന്ത്യയുടെ ലൈറ്റ് വെയ്റ്റ് യുദ്ധവിമാനം? ഓപ്ഷൻ ബി, തേജസ്. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത്. ഉത്തരവാദ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രാജധാനി മാർച്ച് നയിച്ചത്? ഓപ്ഷൻ ബി, അക്കാമ ചെറിയാൻ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.